നമസ്കാരം, ഗുഡ് ഈവനിങ്. കോൺഗ്രസ് മാത്രമല്ല, രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഏറെ ഞെട്ടലോട് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ യുവതികളുടെ ആരോപണത്തെ കേട്ടത്. എന്നാൽ ഇതൊന്നുമല്ല, ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നേരം വൈകുന്നേരം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കാദ്യം VD സതീശൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് തന്നെ പരിശോധിക്കാം. കേരളം ഞെട്ടും എന്നാണ് VD സതീശൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കടുത്ത നടപടികൾ സ്വീകരിച്ചു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഒരു കാര്യം ശരിയാണ്, ഈ ആരോപണം ഉയർന്ന അതേ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാഥമിക അംഗത്വം, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതായ സാഹചര്യം ആണ് ഉള്ളത്. അതായത് കോൺഗ്രസിന്റെ MLA എന്നത് സാങ്കേതികമായി ഇനി നിലനിൽക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ പാനലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ബ്ലോക്കിൽ ഇനി MLA സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയുള്ള ഒരു ഇരിപ്പിടം ലഭിക്കുകയുമൊന്നുമില്ല. എന്തായാലും ഇത്തരം പദവികളിൽ നിന്ന് ഒക്കെ നീക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പ്രതിഷേധം അയയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം BJPയുടെയും CPIMന്റെയും ഒപ്പം CPIMന്റെ മറ്റ് പോഷക സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൽ DYFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനൊക്കെ ചില സ്വഭാവമുണ്ട്. നമുക്ക് ഇന്നലെ രാത്രി നടന്ന ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ സ്വഭാവം എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, ഈ മുദ്രാവാക്യങ്ങളിൽ വ്യക്തമാണ് ഇത് കേരളത്തിന് നാണക്കേടാണ് എന്ന് പറയുന്നത്, ഒപ്പം സ്ത്രീ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് പ്രധാനമായും BJPയും അതോടൊപ്പം തന്നെ CPIMും അതിൻ്റെ വർഗ ബഹുജന സംഘടനകളും ഒക്കെയാണ്. ആ സംഘടനകൾക്കാണ് VD സതീശൻ ഇന്ന് മറുപടി നൽകുന്നത്. കഴിഞ്ഞ ദിവസം വരെ VD സതീശൻ്റേത് ഉൾപ്പെടെയുള്ള ബോഡി ലാംഗ്വേജ് വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അങ്ങനെ കൈവിടാൻ ഒരുക്കമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നവരെ ഞെട്ടിക്കുന്ന വാർത്തകൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന സൂചന തന്നെയാണ് VD സതീശൻ നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് VD സതീശൻ CPIMനെ തന്നെയാണ്. CPIMന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ നമുക്കറിയാം നിരവധിയായ നേതാക്കൾ, ഇടത് പാളയത്തിലുള്ള പല നേതാക്കളും നിരവധിയായ ആരോപണങ്ങൾ നേരിടുന്നവർ ആണ്. അതിൽ M മുകേഷ് ഉണ്ട്, KB ഗണേഷ് കുമാർ ഉണ്ട്, അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ ഉണ്ട്, P ശശിയുണ്ട് എന്ന് നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്ന് നമുക്കറിയാം, P ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള നേതാക്കളുണ്ട് എന്നറിയാം. ഇവരെയൊക്കെ എന്ത് ചെയ്തു? ഇവരെയൊക്കെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത് പാർട്ടി എന്ന് ചോദിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്ത് ഇനി CPIM ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ, അങ്ങനെ കളിക്കേണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയാണ് VD സതീശൻ ഇന്ന് നൽകിയത്. ഇത് CPM നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്കൊരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കുകയാണ്.
ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കി ആ MLA-മാരുടെ റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് MV ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. ഇത് CPM-കാർ. ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കുക ഈ കാര്യത്തിൽ അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോകും. അത് വരുന്നുണ്ട്. യെസ്, ഇതാണ് കേരളം ഞെട്ടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. VD സതീശൻ എന്ന വെറും കോൺഗ്രസ്സുകാരനല്ല ഇത് പറയുന്നത് കേട്ടോ. കാരണം അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് കേരളം ഞെട്ടിപ്പോകും എന്ന തരത്തിലുള്ള വെല്ലുവിളി നടത്തുന്നത്. സ്വാഭാവികമായും അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് VD സതീശൻ്റെ ശരീരഭാഷ എന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ CPI-നെ പ്രതിരോധത്തിലാക്കും എന്ന മട്ടിൽ തന്നെയാണ് ആ പ്രതികരണം എന്നത് നമുക്ക് കേൾക്കാം. ഇത് മാത്രവുമല്ല, ഈ BJP കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധവും അതും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു പ്രതിഷേധത്തിൻ്റെ SFIയുടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ നൽകി. അതിലടക്കം ഉയർന്നു വന്നിട്ടുള്ള ഫ്ലെക്സുകൾ, മുദ്രാവാക്യങ്ങൾ ഇതാണ് എങ്കിൽ BJP-യും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതാകട്ടെ ഒരു കാളയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. വളരെ പെട്ടെന്ന് ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. യെസ്, ഇതാണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം. അതിലൊരു കാളയുണ്ട്. ആ കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാസ്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലാണ്, മറുഭാഗത്ത് ഉള്ളത് VD സതീശനാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് എന്ന സന്ദേശം കൂടിയാണ് BJP കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നൽകുന്നത് എങ്കിൽ അതേ BJP-യെയും വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നുള്ളതാണ്. BJP-യെ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. അതായത്, നിങ്ങൾ ഈ പ്രതിഷേധത്തിനായി ഉപയോഗിച്ച ആ കാളയുണ്ടല്ലോ, ആ കാളയെ നിങ്ങൾ BJP-യുടെ പാർട്ടി ഓഫീസിൽ തന്നെ കെട്ടിയിട്ടുകൊള്ളൂ 2 ദിവസത്തേക്ക് എന്നാണ്. കാരണം ആ കാളയെ വീണ്ടും ഉപയോഗിക്കേണ്ടതായി വരും. അത് ഒരു തനിക്ക് ഉപയോഗിക്കാം, അതായത് VD സതീശൻ ഉപയോഗിക്കാം, ഒരു പക്ഷേ വേണമെങ്കിൽ BJP പ്രവർത്തകർക്ക് തന്നെ ഉപയോഗിക്കാം. ഇനി എവിടേക്കാണ് ഈ കാളയെയും കൊണ്ട് പ്രതിഷേധവുമായി പോകേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. അത് BJP-യുടെ, അതായത് സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്കാണ് എന്നുകൂടിയാണ് VD സതീശൻ കടുപ്പിച്ച് പറയുന്നത്. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അല്ല, ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കുക, കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്. യെസ്, എന്തായാലും സതീശൻ അങ്ങനെ വെറും വാക്ക് പറയുന്നതല്ല എന്ന് സതീശൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ പിന്നീട് സംഭവിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സതീശൻ്റേത് വെറും വാക്കാകുമോ എന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരെയൊക്കെ കാത്തിരിക്കണോ എന്ന്. അപ്പോൾ സതീശൻ പറയുന്നത് തെരഞ്ഞെടുപ്പിനൊക്കെ ഇനിയും ഒരുപാട് ദിവസങ്ങളില്ലേ, അത്രയൊന്നും പോകേണ്ട എന്ന് തന്നെയാണ്. അതായത് BJP-ക്കും ഒപ്പം CPI-നും എതിരായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളോ വിവരങ്ങളോ ഒക്കെ പുറത്തു വരുമെന്നുള്ളതാണ്.
മനസ്സിലാക്കേണ്ടത് ഇത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ തന്നെ ആയിരിക്കുമെന്നാണ്. കാരണം അഴിമതിയോ സ്വജനപക്ഷപാതമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ നമുക്കിതാ അടുത്ത പോയിന്റ് ചേർത്ത് വെക്കേണ്ടി വരുന്നത് സന്ദീപ് വാര്യർ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ നമുക്കറിയാം നേരത്തെ BJP-യിൽ ആയിരുന്നു, BJP-യുടെ കുന്തമുന എന്നൊക്കെ തന്നെ പറയാം. ചാനൽ ചർച്ചകളിൽ BJP-ക്ക് വേണ്ടി വാദിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ BJP-യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനമുണ്ടാകും സന്ദീപ് വാര്യർക്ക്. അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നത് സന്ദീപ് വാര്യർക്ക് ഏകദേശ ധാരണയുണ്ടാകും. പാർട്ടിക്കകത്ത് ഇതിപ്പോൾ തുറന്നു പറയേണ്ടത്, ഈ പാർട്ടിക്കകത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്കൊന്നും വരാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും CPM-നകത്ത് നിന്ന് ലൈംഗികാധിക്ഷേപ പരാതികളൊക്കെ ഉയരുമ്പോൾ അവിടെ തന്നെ ആ പരാതി പരിഗണിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ പലപ്പോഴും ഈ തീവ്രതയുടെ കണക്കൊക്കെ പറയുന്നത്. BJP-യിലും ഇത്തരം നേതാക്കൾക്കെതിരെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സന്ദീപ് വാര്യരുടെ ആ പോസ്റ്റിൽ ഇതാണ് പറയുന്നത്. അതായത് BJP-യുടെ കോർ കമ്മിറ്റി അംഗത്തിന് എതിരെ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നും കോൺഗ്രസ് ചെയ്തതുപോലെ കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നുകൂടിയാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് വ്യക്തമാണ്, BJP-യിലെ കോർ കമ്മിറ്റി അംഗത്തിൽ ഒരാൾ, അത് പുരുഷനായിരിക്കും എന്നതും ഉറപ്പാണല്ലോ. അപ്പോൾ ഇനി ഈ വലിയ രാഷ്ട്രീയ ചിന്താഗതിയൊക്കെയുള്ള ആളുകൾ ആ കോർ കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ചൊക്കെ തൽക്കാലം ഒന്ന് വിലയിരുത്തി പോവുക. പല മാധ്യമങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും വിവരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വെളിപ്പെടുത്തലായി പുറത്തു വരുന്നതിന് മുമ്പ് അത്തരം വിവരങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങളും ഒരുക്കമല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പ്രതിഷേധങ്ങളിൽ ഉലഞ്ഞുപോയൊരു കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അവരുടെ ഭവന സന്ദർശനം അടുത്ത ദിവസം ആരംഭിക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തയ്യാറെടുക്കുന്നതിന് ഇടയിലായിരുന്നു ഇടുത്തി പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണം ഉണ്ടായത്. അത് കോൺഗ്രസിനെ ചെറുതായൊന്നുമല്ല തളർത്തിയത്, പക്ഷേ അവർ വീണ്ടെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രാഹുൽ എന്ന ഫോക്കസ് അവർ BJP-യിലേക്കും ഒപ്പം CPM-ലേക്കും തിരിച്ചു വയ്ക്കുന്നുണ്ട്. അതിന് യൂത്ത് കോൺഗ്രസിനെ അടക്കം അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആണ്. എന്താണോ രാഹുലിനെതിരായ വിമർശനം, അതിന് സമാനമായ തരത്തിൽ രാഹുലിനെ കോഴി എന്നാണ് CPM-കാർ വിശേഷിപ്പിക്കുന്നത് എങ്കിൽ CPM-ന്റേതും ഇടതുപക്ഷത്തിൻ്റെയും കോഴിക്കൂടാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചടിക്കുന്നത്. ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പല നേതാക്കളും നേരിട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അതേസമയം ഇത്തരം പ്രതിഷേധങ്ങൾ ഉള്ളത് ഒരു വശത്ത് നല്ലതുമാണ്. കാരണം ഈ ജനപ്രതിനിധികൾ ആയിട്ടുള്ളവർ അവർ പല പ്രിവിലേജും അനുഭവിക്കുന്നവർ ആണ്. അവർ ഈ സ്ത്രീകൾക്കെതിരായ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഒക്കെ നൽകുന്നത്. ഇത് VD സതീശന്റെ ഭീഷണിയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ്, കേരളം ഞെട്ടും എന്നുള്ളതാണ് എങ്കിൽ സമാനമായ ഒരു പോരാട്ടം കോൺഗ്രസും BJP-യും തമ്മിൽ നടക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അറിയേണ്ടത് ആരാണ് തേങ്ങയുടയ്ക്കാൻ പോകുന്നത് എന്നാണ്. സന്ദീപ് വാര്യർ നേരത്തെ BJP-യുടെ അംഗമായിരുന്നു. BJP-ക്ക് വേണ്ടി മാധ്യമങ്ങളിലടക്കം നിരന്തരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു.
ഇങ്ങനെയുള്ള സന്ദീപ് വാര്യരും സി കൃഷ്ണകുമാറും തമ്മിൽ ആണ് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. BJPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതായത് കൃഷ്ണകുമാർ പറയുന്നത് ഈ സന്ദീപ് വാര്യന് എതിരായ നിരവധി ചാറ്റ് വിവരങ്ങൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ചാറ്റ് വിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണ് എങ്കിൽ സന്ദീപ് വാര്യർ എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരന് മണ്ണിൽ തല പൂഴ്ത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമേൽ നാണക്കേടുണ്ടാക്കുന്ന വിവരങ്ങളാണ് തൻ്റെ പക്കൽ ഉള്ളത് എന്നുള്ളതാണ് സി കൃഷ്ണകുമാറിൻ്റെ ആരോപണം. ഇത് ആരോപണമായി തന്നെ നിലനിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള വളരെ കൃത്യമായ സന്ദീപ് വാര്യരിന് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ചില വിവരങ്ങളും ഉള്ളടക്കവും ഒക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് സി കൃഷ്ണകുമാർ. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല. ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതികേടിലേക്ക് വരും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് ഉയർത്തുന്ന ആരോപണം. ഇതിന് സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് മറുപടിയും ഉണ്ടാകുന്നുണ്ട്. അതായത് കഴിഞ്ഞ 9 മാസമായി തനിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടൂ എന്നാണ് പറയുന്നത്. അതിനപ്പുറത്ത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നമുക്കറിയാമല്ലോ, പണ്ടൊരു സിനിമയിൽ ഇങ്ങനെ തേങ്ങയുടയ്ക്കും ഞാൻ ഇപ്പോഴുടയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഉടയ്ക്ക് സാമി എന്ന് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിൻ്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് നൽകുന്ന പരിഹാസ മറുപടി. 9 മാസമായാലും ഇത് പറയുന്നു, തേങ്ങ ഉടക്കി സ്വാമി എന്നേ പറയാനും മനസ്സിലായല്ലോ. അത് കുറെ കാലമല്ലോ പറയുന്നു. ആ കൃഷ്ണകുമാറിനെ എന്ന് നിങ്ങൾ പറയില്ലേ, അതിന് മുകളിലുള്ള കുറെ ആളുകളുടെ കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായി? കൃഷ്ണകുമാർ മാത്രമൊന്നുമല്ല. കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ വരുമല്ലോ, പുറകെ വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അതൊക്കെ വന്നോളും. നമ്മളായിട്ട് പറയേണ്ടതൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹവും സഹപ്രവർത്തകനും വലിയ പരിഭ്രാന്തിയിലാണെന്ന് എനിക്കറിയാം. ഇന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒരു FIR പോലും വരുന്നതിന് മുമ്പ് നടപടി സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള കമ്മിറ്റ്മെന്റ് കോൺഗ്രസ് പാലിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സ്ത്രീ സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിന്മേലുള്ള സന്ദീപ് വാര്യരുടെ പ്രതികരണം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, പ്രേക്ഷകർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സന്ദീപ് വാര്യർ എന്നത് BJPയുടെ നേതാവായിരുന്നു. ആ BJPയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെയാണിത്. അന്ന് BJPയുടെ നേതാവായിരുന്ന സമയത്ത് BJPക്ക് ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ BJP വിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി. അപ്പോഴാണ് സന്ദീപ് വാര്യർ പ്രശ്നക്കാരനാണ് എന്ന് പറയുന്നത്. ഇതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളയായ അവകാശവാദങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനോ പ്രതിഷേധിക്കാനോ ധാർമ്മികമായ ഒരു അവകാശവുമില്ല എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. ഈ സംശയം സ്വാഭാവികമായും നമ്മൾ സി കൃഷ്ണകുമാറിനോട് ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ വാർത്തകളിൽ. ആ സമയത്ത് സി കൃഷ്ണകുമാർ പറയുന്നത്, ആരാണ് ഈ പാർട്ടിയിൽ നിന്ന്, അതായത് BJPയിൽ നിന്ന് നടപടി നേരിട്ടത്? എന്തുകൊണ്ടാണ് ഒരു നേതാവിന് കുറച്ച് സമയമൊക്കെ മാറി നിൽക്കേണ്ടി വന്നത്? തനിക്കെതിരെ, അതായത് സി കൃഷ്ണകുമാറിനെതിരെ എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ ഒക്കെ സന്ദീപ് വാര്യരുടെ കയ്യിലുണ്ടെങ്കിൽ, സന്ദീപ് വാര്യർ പറയുന്നത് ഒരു തേങ്ങയല്ല 12,000 തേങ്ങയുണ്ട് തൻ്റെ കയ്യിലെന്നാണ്. അതായത് BJPയിലെ പല നേതാക്കൾക്കുമെതിരെ ഇത്തരത്തിലുള്ള അതിശക്തമായ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും നടപടി നേരിട്ടത് സന്ദീപ് വാര്യർ ആയിരുന്നില്ലേ എന്നാണ് സി കൃഷ്ണകുമാർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. 10,000 ലക്ഷക്കണക്കിന് തേങ്ങ ഉടക്കപ്പെട്ടതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഞങ്ങൾ ഇന്നലെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനും അതുപോലെ തന്നെ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞുവല്ലോ, മാലിന്യത്തെ ഞങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾക്ക് ആ മാലിന്യം എവിടെ പോയി ചേർന്നാലും ഞങ്ങൾ വി ഡോണ്ട് കെയർ. ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധറിയണേയില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാനില്ല. ഈ രാഹുലിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഇത്തരം ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല. ഇതാണ്, മാലിന്യത്തെ ഞങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നാണ് ഈ
അതായത് BJP നേതൃത്വത്തിൻ്റെയും ഒക്കെ മറുപടി. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ആണ് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നത്. അങ്ങനെ പിണങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അത് മാലിന്യവും പിന്നീടാണ് അത് ഫ്ലഷ് ചെയ്യേണ്ടിയും വന്നത് എന്നുള്ളതാണ്. ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ അവകാശപ്പെട്ടതുപോലെ, അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഇനിയും കൂടുതൽ മാലിന്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട യുവതികളുടെ പരാതിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചാഗതികൾ മാറ്റിവിട്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷവും കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ആ ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് യൂത്തന്മാർക്കിടയിലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണങ്ങളിൽ ഉലഞ്ഞുപോയ നേതാക്കളെയാണ് കാണാൻ സാധിച്ചതെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങേയറ്റം വേദനാജനകമാകുന്ന ഒന്നാണ് തങ്ങളുടെ പ്രവർത്തകന് എതിരെ ഇങ്ങനെ ഒരു പരാതി ഉയരുകയും അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ അംഗത്വത്തിൽ നിന്ന് അടക്കം മാറ്റി നിർത്തേണ്ടിയും വന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് KPC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് കിട്ടില്ല. ഇനി പത്രസമ്മേളനം നടത്തിയാലും ആകെ 5 ചോദ്യമുള്ളൂ. അത് ഈ കൈരളിയും ദേശാഭിമാനി കൂടി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല. എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. യെസ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം K മുരളീധരൻ ആദ്യം ഒരു പരിധിവരെ ഷാഫിയെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വിമർശനങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഏതാണ്ട് കൈവിടുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇന്ന് K മുരളീധരന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, അവർ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഈ അല്പസമയം മുമ്പ് VD സതീശൻ പറഞ്ഞു, ഇനി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് CPM ആണ് എങ്കിൽ ഇവിടെ മുരളീധരൻ പറയുന്നത് നിരവധിയായ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട്, അതിന് മറുപടി നൽകേണ്ടത് രാഹുൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ രാഹുലിനെതിരായ ആ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഇനി ഏതെങ്കിലും മിമിക്രി കലാകാരനെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന ചില സംശയം കൂടിയാണ് K മുരളീധരൻ ഇന്ന് പുലർത്തിയത്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനൊരു പുകമറയുള്ള സാഹചര്യത്തിലാണ്. അതല്ലാതെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു MLA എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം. ഏതായാലും ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷികളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യാനില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. യെസ്, ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് K മുരളീധരൻ പറയുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കുകയാണ് ഘടകകക്ഷികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്കറിയാം. ലീഗിനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരികെ എത്താൻ കൊതിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇനിയും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ലീഗിന് ചിന്തിക്കാൻ പോലും ആകില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഈ വലിയ പ്രതിസന്ധി. എന്തായാലും മുസ്ലിം ലീഗും പറയുകയാണ് ഇപ്പോഴെടുത്ത തീരുമാനം അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ തീരുമാനമാണ്, ജനാധിപത്യപരമായ ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ലീഗിന്റെ പ്രതികരണം. എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്ന്. ആദ്യം അവർ സ്ഥാനത്ത് നിന്ന് മാറ്റി, പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള
നടപടിയാണ് കോൺഗ്രസ് എടുത്തത്. അത് വളരെ മാതൃകാപരമാണ്. ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ്. അത് കൊടുക്കാം. പക്ഷേ ആക്ഷേപം വന്നാൽ LDFിൻ്റെ മാതൃക, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക, പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആക്ഷേപം വന്ന ആളുകളെ ന്യായീകരിക്കുക. ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല. ഈ 3 പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നേതാക്കൾക്കിടയിൽ അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിയെന്ന്. പക്ഷേ താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ അതല്ല സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അണികൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്. ഒപ്പം യുവജന സംഘടനയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. അതിലൊരു ചേരിപ്പോര് തുടരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നേർസാക്ഷ്യമായിട്ടുള്ള ശബ്ദങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ തിരിച്ചു പിടിക്കണം തൃത്താല എന്ന തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിനകത്തും ഒക്കെ ഇതുപോലെയുള്ള പല സന്ദേശങ്ങളും വരികയാണ്. അതിൽ ചിലർ ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഷാഫി ചതിച്ചതാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം ഷാഫിക്ക് ഇതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല, ഷാഫി ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുലിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. ഈ യുവ നേതാക്കൾക്ക്, വനിതകൾക്ക് പോലും അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്ക് അശ്ലീലമായ സന്ദേശം അയച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റുമുട്ടൽ ആണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിനകത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നത്. അതിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ കൂടി ഇന്ന് പുറത്തു വരികയുണ്ടായി. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും. ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവൻ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരം ഒരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറയുന്നത്. രമേശ് ചെന്നിത്തല നീ പറഞ്ഞ രമേശ് ചെന്നിത്തല കൊന്നു കൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. യെസ്, നിങ്ങൾ കേട്ട് കാണും, പ്രേക്ഷകർ ഇത് കേട്ട് കാണും. ഈ സന്ദേശം എന്നത് വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിൽ, കോൺഗ്രസിലെ വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതേസമയം തന്നെയാണ് വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരം വൈകുന്നേരത്തിൽ തന്നെ അക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. വനിതാ നേതാക്കൾക്കെതിരെ ഉമാ തോമസിനെ പോലെ, ബിന്ദു കൃഷ്ണയെ പോലെ, ഷാനിമോൾ ഉസ്മാനെ പോലെ, KK രമയെ പോലെയുള്ള നേതാക്കൾക്കൊക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ്. പുറത്തു പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള സൈബർ വെട്ടുകിളികളുടെ പ്രയോഗങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അവിടെ ഒരു ഡിഫൻഡ് സൃഷ്ടിക്കുന്നത് അത് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെയാകാമല്ലോ. അതായത് വ്യാജ മേൽവിലാസത്തിലൊക്കെ ഉള്ളവർ, വ്യാജ IDയിൽ നിന്നായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കേട്ട ഈ ഓഡിയോ അങ്ങനെയൊന്നുമല്ല. ഇത് കൃത്യമായി കോൺഗ്രസിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ഓഡിയോ ആണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള അരുണിമ ഒരു പരാതി ഉന്നയിക്കുകയുണ്ടായി. അത് അരുണിമ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടുന്നു എന്നുള്ളതാണ്. അതിന് കാരണം News 18 എന്നുകൂടിയുള്ളതാണ്. ഞങ്ങളത് തുറന്നു പറയുന്ന ആ സാഹചര്യം തന്നെയാണുള്ളത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനായിരുന്നു അരുണിമയെ ബന്ധപ്പെട്ടത്. അരുണിമയെ ബന്ധപ്പെട്ടപ്പോഴാണ് അരുണിമയാണ് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ വുമണിനെ കണക്ട് ചെയ്ത് നൽകുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവന്തിക പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായില്ല എന്നതായിരുന്നു. പിന്നീട് നടി വെളിപ്പെടുത്തലുമായി വന്നതിന് ശേഷമാണ് തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ ഈ അവന്തിക പറഞ്ഞത്. അപ്പോൾ അവന്തികയെ പ്രേരിപ്പിച്ചത് അരുണിമയാണ് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിനകത്ത് ചർച്ച നടക്കുന്നത്. അങ്ങനെ താൻ വലിയ തോതിലുള്ള ആക്രമണം നേരിടുകയാണ് എന്ന് അരുണിമ News 18 പറഞ്ഞു. ഒപ്പം അരുണിമ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചു, ഈ ആക്രമണം തുടർന്നാൽ ഇനിയും പലതും പറയേണ്ടി വരും എന്ന്. അതും അങ്ങേയറ്റം ഗൗരവതരമാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാലിന്യത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് എന്നാണ് അരുണിമയും പറയുന്നത്.
ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ തുറന്നു പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സത്യാവസ്ഥ തെളിയുന്നത് വരെ അല്പം മാറി നിൽക്കണമെന്നുള്ള അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണം നേരിട്ടു. തീർത്തും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നാൽ നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ജനാധിപത്യം വിജയിക്കണം. ഇപ്പം ഈ പറയുന്ന അവന്തികയുടെ കാര്യമാണെങ്കിൽ തന്നെ അവന്തിക പറയുന്നതിലെ വസ്തുതകൾ പരിശോധിക്കണം. അത് എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം പല ആളുകളും പരാതി ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, നമ്മൾക്കെതിരെ ചില ആളുകൾ, ആരാണെന്ന് എനിക്കറിയില്ല, ചില ആളുകളുടെ നേതൃത്വത്തിൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇടങ്ങളിൽ നിന്ന്. യെസ്, ഇതാണ് ട്രാൻസ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള അരുണിമയ്ക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ വലിയ എതിർപ്പുകളും വിയോജിപ്പുകളും പല നേതാക്കൾക്കുമുണ്ട്. അതിപ്പോൾ തുറന്നു പറയുന്നത് കെ മുരളീധരനാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല രാഷ്ട്രീയ പരിജ്ഞാനമുള്ളതാണ്. പറയേണ്ടതുപോലെ പറയാൻ മുരളീധരൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് നേരെ നൈസായി ചില പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, അതായത് ഉമയ്ക്കെതിരെ സൈബർ ഇടത്തിൽ ആക്രമണം നടത്തുന്നവർ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉമാ തോമസ് KSUവിൻ്റെ ഭാഗമായതാണ് എന്ന്, അത് ആരെയാണ് വിളിച്ചത് എന്നും ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നും ഒക്കെ മലയാളം നന്നായി അറിയാവുന്നവർക്കറിയാം. എന്തായാലും അങ്ങനെയുള്ള പോരാട്ടത്തിനൊന്നും ഈ സൈബർ ഇടത്തിലെ കോൺഗ്രസ്സുകാർ, യുവാക്കളൊന്നും മുതിരേണ്ട എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത് കെ മുരളീധരൻ. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കും. എന്തായാലും സൈബർ ആക്രമണങ്ങൾ നടത്തേണ്ടവരെ വിളിക്കേണ്ട പോലെ തന്നെ മുരളീധരൻ വിളിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഴത്തൊലിയിൽ തെന്നി വീണു എന്ന തരത്തിലുള്ള ഒരു പരിഹാസം കൂടി നടത്തുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവ്, പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിമർശനവും മറ്റാർക്കും ലഭിക്കാത്ത പല സൗഭാഗ്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങേയറ്റത്തെ പരിഗണന ലഭിക്കുന്നു. മുതിർന്ന നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത പരിഗണന ലഭിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള വളർച്ചയൊക്കെ ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയി മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ വലിയ പരിഗണന ലഭിച്ച രാഹുൽ മാങ്കൂട്ടം ജാഗ്രത പുലർത്തിയില്ല. പ്രത്യേകിച്ച് ഇരിക്കുന്ന പദവിയോട് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവുകൾ സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി പറയുകയാണ് വീക്ഷണം ദിനപത്രം. പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു ചേരിപ്പോര് ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരത്തിൽ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താത്തത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പാലക്കാട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് BJP ആയുധമാക്കി മാറ്റുമെന്നും അവർ അവസരമാക്കി മാറ്റുമെന്നും പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ട് പാർട്ടിക്ക്. അതോടൊപ്പം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനടക്കം വലിയ പണം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂടി പാർട്ടി പോകുമെന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ പല സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ 12 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ആ 12 മണ്ഡലങ്ങളിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ വിജയം എന്നത് ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലേക്കെങ്കിലും വ്യാപിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം കൂടി കോൺഗ്രസിനുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് ഈ പടലപ്പിണക്കങ്ങൾ കഴിയുന്നത്ര ഇല്ലാതാക്കി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പടലപ്പിണക്കം കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്നത് നേരത്തെ അജയ് തറയിൽ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു യുവാക്കൾക്ക് നേരെ. അത് യുവാക്കളാരും
ഖദർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ കളർ വേഷത്തിലാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഇനി കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പടലപ്പിണക്കത്തിൻ്റെ സൂചനയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ കളർ മങ്ങുമോ എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. നമുക്കറിയാം, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലടക്കം കാണുന്ന ചില നേതാക്കളുടെ മുഖങ്ങൾ ഒന്ന് നോക്കുക. ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ മങ്ങിക്കഴിഞ്ഞു എന്നത് നമുക്കറിയാം. VT ബൽറാമിനെ പോലെയുള്ളവരുണ്ട്, PC വിശ്വനാഥിനെ പോലെയുള്ളവരുണ്ട്, KS ശബരിനാഥിനെ പോലെയുള്ള നേതാക്കൾ. അവരൊക്കെ ഈ ഖദർ മാറ്റി കളർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അതായത് യുവതലമുറ യിൽപ്പെട്ട നേതാക്കളാണ്, അവർക്ക് കൃത്യമായൊരു വളർച്ച ലഭിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നേതാക്കൾ ആണ് ഈ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നുള്ളതാണ്. അത് ന്യൂസ് 18 ഒരിക്കൽ ചർച്ച ചെയ്തതുമാണ്. അതിന് രാഹുൽ ഗാന്ധിയെ ഉപമിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. കാലം മാറുന്നു. രാഹുൽ ഗാന്ധി നമുക്കറിയാം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് പലപ്പോഴും യാത്രകൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി പോലെയുള്ള യാത്രകളിൽ പോലും അദ്ദേഹം അങ്ങനെ ഖദറൊന്നുമല്ല ധരിക്കുന്നത്. അപ്പോൾ ഈ യുവ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ കരുത്തരാകുന്നുണ്ട്. ആ കരുത്തിൻ്റെ ബലത്തിൽ പാർട്ടിയിൽ കൂടുതൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കാം, അങ്ങനെ വിജയിച്ച് കയറാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം പുലർത്തുമ്പോൾ ഖാദിയുടെ കളർ മങ്ങിയോ എന്ന സംശയം കൂടി ചില മുതിർന്ന നേതാക്കൾ നേരത്തെ പുലർത്തിയിരുന്നു. അതായത് ഈ യൂത്തന്മാർ ഇങ്ങനെ പാർട്ടിയിൽ വിലസുമ്പോൾ പഴയ നേതാക്കൾ അല്ലെങ്കിൽ പ്രായമേറിയ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അവരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ഒരാക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോഴും ഈ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആ കോൺഗ്രസിൻ്റെ ജീവിത രീതി തന്നെയാണ് തുടരേണ്ടത് എന്നത് മട്ടിലുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾ. അത് നമുക്ക് രമേശ് ചെന്നിത്തലയെ കാണാം, VD സതീശനെ കാണാം, K മുരളീധരനെ പോലെയുള്ളവരെ കാണാം, K സുധാകരനെ പോലെയുള്ളവരെ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജയ് തറയിൽ പോലെയുള്ള, VM സുധീരനെ പോലെയുള്ള പല നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പല നേതാക്കളുമൊക്കെ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അത്തരം പേരുകളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ മുറുകെ പിടിച്ചിരുന്ന ഇപ്പോഴും ഖദർ വസ്ത്രധാരികളായിട്ടുള്ള പല നേതാക്കളും അപ്രസക്തരായി മാറിയിട്ടുണ്ട്. അവർ ഒരു പക്ഷേ തിരിച്ചു വരുമോ? അതായത് യൂത്തിന് ആവശ്യമില്ലാത്തൊരു പ്രയോറിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഉള്ള ഒരു വിമർശനം മുതിർന്ന നേതാക്കളിൽ നിന്ന് ഇനി ഉരുത്തിരിയുമോ എന്നതും സംശയകരമാണ്. അങ്ങനെയെങ്കിൽ അതും ഒരു ഏറ്റുമുട്ടലിന് വഴിയൊരുക്കും. പക്ഷേ ഇതൊക്കെ താൽക്കാലികമായ ഏറ്റുമുട്ടൽ മാത്രമാണ് എന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഒക്കെയാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്. എങ്കിലും വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവം നമുക്കറിയാം. പലരെയും സംബന്ധിച്ചിടത്തോളം സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ മുതിർന്ന പല MPമാരും മന്ത്രിമാരാകാൻ മന്ത്രിക്കുപ്പായം തയ്ച്ചിരിക്കുന്നവർ ആണ്. അങ്ങനെയുള്ളവർക്കും ഈ വിമർശനങ്ങളും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളുമൊക്കെ വലിയ തോതിൽ ഊർജം പകരും. അങ്ങനെ ഒരു പോരാട്ടത്തിന് കൂടി പാർട്ടി വേദിയാകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി നമ്മൾ പോകുന്നത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. നമുക്കറിയാം, അയ്യപ്പ സംഗമം അത് സെപ്റ്റംബർ 20-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതിൽ സ്റ്റാലിൻ ആയിരുന്നു മുഖ്യാതിഥി. പക്ഷേ സ്റ്റാലിൻ വരില്ല എന്നാണ് അറിയുന്നത്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ വരില്ല. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ അയ്യപ്പ മഹാസംഗമം നടത്തുക എന്നതായിരുന്നു ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് 3000-ഓളം വിവിധ പ്രതിനിധികളെ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പമ്പാ നദിയുടെ തീരത്ത് സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഈ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു സംഗമം നടത്തുന്നു എന്ന വിവരം പുറത്തുവിട്ടപ്പോൾ തന്നെ വലിയ വിമർശനമാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ ഓർമ്മിപ്പിച്ചത് ആ ശബരിമല സ്ത്രീ പ്രവേശന കാലഘട്ടം തന്നെയാണ്. അതായത് 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോടതി വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം സ്ത്രീകളെ എങ്ങനെയും ശബരിമലയിൽ കയറ്റുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാർ ശ്രമിച്ചത് എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ആക്ഷേപം. അങ്ങനെ CPIM-ഉം സർക്കാരുമൊക്കെ നടപടി സ്വീകരിച്ചതിൻ്റെ മുറിവ് CPIM-ന് ഏൽക്കേണ്ടിയും വന്നു. അതുകൊണ്ടാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ പ്രകടനം അമ്പേ നിറം കെട്ടുപോയത്. അതിനുശേഷം പാർട്ടിയുടെ സമ്മേളന വേദികളിൽ അടക്കം ഇത് വലിയ തിരിച്ചടിയായി എന്നും പാർട്ടിയിൽ നിന്ന് വിശ്വാസികൾ അകന്നു പോകുന്നു എന്നുള്ള നിരീക്ഷണമൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുറിവുണക്കുന്നതിനുള്ള പല കാര്യങ്ങളും ഇപ്പോൾ CPIM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുക എന്നത്. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നത് എല്ലാവർക്കും അറിവുള്ള
ഒന്നാണ്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ സംഘപരിവാർ സംഘടനകൾ എതിർത്തത്. അതായത് സംഘപരിവാർ സംഘടനകളെ, അയ്യപ്പ സേവാ സംഘങ്ങളെയൊന്നും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നില്ല. മറിച്ച് ഇതൊരു ഗ്ലോബൽ മീറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് പോലെ, ഒരു ബിസിനസ് മീറ്റാക്കി മാറ്റുകയാണ് ഈ ശബരിമലയിലെ സംഗമം എന്നുള്ളതായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ വിയോജിപ്പ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം ഏറ്റുപിടിച്ചു. പ്രത്യേകിച്ച് ബി ജെ പിയെ ചൊടിപ്പിച്ചത് പ്രധാനമായും MK സ്റ്റാലിനെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു എന്നുള്ളതാണ്. അവിടെ MK സ്റ്റാലിനും ഒപ്പം സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. ഉദയനിധി സ്റ്റാലിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ സനാതന ധർമ്മ പരാമർശം എന്നത് ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സും തമിഴ്നാടിൻ്റെ ഇന്നലകളുമൊക്കെ അറിയാം. അത് മറ്റൊരു സംസ്കാരമാണ്. അവർ ദ്രാവിഡ കൾച്ചറിൽ ഉള്ള ആളുകൾ ആണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തെയൊക്കെ അവിടെ നിന്ന് വിമർശിക്കുക എന്നത് പ്രയാസകരമല്ല. സനാതനധർമ്മം ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ല എന്നും അത് മലേറിയയും ഡെങ്കിയും പോലെയാണ് എന്നും അതുകൊണ്ട് അതിനെ തുരത്തണം എന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. സ്റ്റാലിൻ്റെ നിലപാടും ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ആ പരാമർശം അവിടെയും ചെറുതായൊക്കെ പൊള്ളലേൽപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അതിനുശേഷം ഈ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ സ്റ്റാലിൻ വളരെ സജീവമാണ്. ഒരു പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ അത് തിരിച്ചടിയാകുമെന്നോ അല്ലെങ്കിൽ ഈ വിഷയം വീണ്ടും ഉയർത്തപ്പെടുമെന്നും ഒക്കെ കരുതിയിട്ടാകണം സ്റ്റാലിൻ വരേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെന്ത് തന്നെയാണ് എങ്കിലും സ്റ്റാലിൻ വന്നാൽ സ്റ്റാലിനെ തടയും എന്നുള്ളതായിരുന്നു BJPയുടെ അവകാശവാദം. ജൂത സമ്മേളനത്തിന് ഹിറ്റ്ലറെ ക്ഷണിക്കുന്നത് പോലെ, ഹിറ്റ്ലർ പങ്കെടുക്കുന്നത് പോലെയാണ് സ്റ്റാലിൻ ഈ സമ്മേളനത്തിന് വരുന്നത് എന്നായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരനെ ശരിവെക്കുന്ന നിലപാട് തന്നെയായിരുന്നു PK കൃഷ്ണദാസ്, മുതിർന്ന BJP നേതാവ് സ്വീകരിച്ചത്. ആദ്യം കേരള സർക്കാരും CPM-ഉം ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ തമിഴ്നാട്ടിലെ നേതാക്കളും മാപ്പ് പറയണം. അതിനുശേഷം മതി ഇങ്ങനെയൊരു പരിപാടി എന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞത്. ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം. മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവുമുണ്ട്. അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് VN വാസവൻ ദേവസ്വം മന്ത്രി നേരിട്ട് പോയാണ് സ്റ്റാലിനെ ക്ഷണിച്ചത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്റ്റാലിൻ പങ്കെടുക്കാം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രതികരണം. പക്ഷേ ഇപ്പോൾ വരുന്നത് അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. അതായത് പാർട്ടിയല്ല ഇത് ഔദ്യോഗികമായി അറിയിക്കേണ്ടത്, മറിച്ച് സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഇത് ഔദ്യോഗികമായൊന്നും അറിയിച്ചിട്ടില്ല സ്റ്റാലിൻ വരില്ല എന്നുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അങ്ങനെ തന്നെയാണ്. സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്ന് തന്നെ ഉള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ BJP സ്വീകരിക്കുന്ന ഈ നിലപാട് കൊണ്ടും ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന പേടി കൊണ്ടുമൊക്കെ ആയിരിക്കാം സ്റ്റാലിൻ മാറി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കും ശബരിമലയെക്കുറിച്ച് അറിയാവുന്നവർക്കും ഒക്കെ അറിയാം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ നിന്ന് തീർത്ഥാടകർ വരുമ്പോൾ അവിടെ സ്റ്റാലിനെ പോലെയുള്ള ഒരാൾ പങ്കെടുത്തപ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ അത് സ്റ്റാലിൻ്റെ ഇമേജിനെ കൂടി ബാധിക്കാം. അതുകൊണ്ടായിരിക്കാം സ്റ്റാലിൻ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി ഈ BJPയുടെ വെല്ലുവിളിക്ക്, അതായത് സ്റ്റാലിൻ വന്ന തടയുമെന്ന വെല്ലുവിളിക്ക് പരിഹാസ രൂപേണ ഒരു മറുപടി നൽകിയിരുന്നു. സ്റ്റാലിൻ വരുമ്പോൾ സംരക്ഷണം ഒരുക്കാനൊക്കെ ശേഷിയുള്ള സർക്കാർ ആണ് ഇവിടെയുള്ളത്. പിണറായി വിജയൻ സർക്കാരിന് സംരക്ഷണം ഒരുക്കാൻ അറിയാം എന്നുള്ളതായിരുന്നു ആ മറുപടി. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖര സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ
കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിനൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ ഇത് കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. യെസ്, ഇങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ ആണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് വിഷയമായി മാറുന്ന സാഹചര്യമുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഇവിടേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം NDA തന്നെ ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള മന്ത്രിമാരെ അടക്കം എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ ഉള്ള 2 മന്ത്രിമാർ, അതായത് മലയാളികളായിട്ടുള്ള 2 മന്ത്രിമാർ, ജോർജ് കുര്യനും സുരേഷ് ഗോപിയും, അങ്ങനെ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ക്ഷണിക്കും. അങ്ങനെ വിപുലമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ വിശ്വാസികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സമ്മേളനം നടക്കാൻ പോകുന്നത് എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് അങ്ങനെ ഒരു ക്ഷണം ഇതുവരെയും കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, VD സതീശനും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട CPIMന്റെ നിലപാടുകളെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇത് ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. തീപ്പെട്ടിക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന ഒരു നിലപാടാണ് ഇത് എന്ന് പറയുന്നു. ഒപ്പം ഈ സംഘപരിവാറും അതോടൊപ്പം തന്നെ CPIMും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ VD സതീശൻ പറയുന്നത് അങ്ങനെയല്ല, സംഘപരിവാറുമായി ചേർന്നുകൊണ്ടാണ് CPIM ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് CPMന് ശബരിമലയോട് ഈ ഭയമുണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ, ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ, അവർ ഒരുമിച്ച് നടത്തട്ടെ, നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJPക്ക് ഈ CPMന് സംഭവിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അറിയില്ല, പരിപാടി വായിച്ചത് അറിയില്ല, ഞങ്ങളെ അറിയില്ല. യെസ്, ഇതാണ് സാഹചര്യമെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത്. ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ സൈക്കോ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വാർത്തകൾ ഞങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴിതാ മറ്റൊരു ഇടപാട് കൂടി ഞെട്ടിക്കുന്ന വിവരമായി പുറത്തു വരികയാണ്. സെബാസ്റ്റ്യന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണിത്. സെബാസ്റ്റ്യന് നിലവിൽ പാരിപ്പള്ളിയിലുള്ള ഭൂമിയിൽ അവിടെയാണ് പല മൃതദേഹങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതെങ്കിൽ മറ്റൊരു സ്ഥലത്തു കൂടി സെബാസ്റ്റ്യൻ ഭൂമി തൻ്റേതാണ് എന്ന അവകാശവാദവുമായി എത്തിയിരുന്നു. അവിടുത്തെ എല്ലാ പ്രവൃത്തികളും സെബാസ്റ്റ്യനാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വേളൂർ വട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലും ഇനി ആരെയെങ്കിലും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടോ, മറ്റ് നീചപ്രവർത്തികൾക്കൊക്കെ സാക്ഷിയാണോ ആ ഭൂമി എന്നതും അറിയേണ്ടതുണ്ട്. പക്ഷേ അത് സെബാസ്റ്റ്യന്റെ ഭൂമിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ നാട്ടുകാരെയൊക്കെ ഇത് തൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ പൂർണ്ണരൂപം പങ്കുവയ്ക്കും ശരണ്യ. ഇതിന്റെ ഭൂമി അല്ലല്ലോ, സർക്കാർ വ്യക്തികളുടെ അല്ലേ? സെബാസ്റ്റ്യൻ ആണോ ഇത്? ആണോ? കൊടുക്കായിരുന്നാണ്. അപ്പൊ എന്തോ കേസായപ്പോഴത്തേക്ക് ഇവിടെ എല്ലാരും പറയുന്നു.
ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ വീടില്ലല്ലോ ഇത്ര വിളിച്ചാ അല്ല ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? പിന്നെ ഇയാൾ ഇത്ര അധികാരം ഈ കേസിൽ ഏറ്റവും, അതായത് ജൈനമ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ നമ്മളോട് പറയുന്നു. ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിന്റെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘവും പരിശോധിച്ചു വരികയാണ്. ഈ വീട് മറ്റൊരാളുടേതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉടമ മറ്റൊരാളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ എന്തിന് മറ്റുള്ളവരെ എല്ലാം, ആ പ്രദേശവാസികളെ എല്ലാം ഇത് തന്റേതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു? മാത്രമല്ല ചേർത്തല നഗരത്തിനുള്ളിൽ തന്നെ പ്രധാന പാതയോട് ചേർന്ന് കിടക്കുന്ന കാട് പിടിച്ച പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അതുൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നിരവധി കുഴികൾ ആ കോമ്പൗണ്ടിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത്, അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ആ പ്രദേശത്ത് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വിവിധ കാലയളവിൽ സെബാസ്റ്റ്യൻ ആ പുരയിടം തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മദ്യപാന സദസ്സുകളടക്കം വൈകുന്നേരം നടന്ന ഒരു കോമ്പൗണ്ടും ആ വീടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നേരം വൈകുന്നേരം ആരംഭിച്ചത് VD സതീശൻ ഞെട്ടിക്കാൻ പോകുന്നുവെന്ന വാർത്തയോടെയാണ്.
സൈക്കോ സെബാസ്റ്റിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ആണ് നേരം വൈകുന്നേരം അവസാനിക്കുമ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.